ഹലോ ട്രേഡേഴ്സ്, ഗുഡ് ഈവനിങ് ഓൾ. ദിസ് ഇസ് സിയാറ്റ് ഇല്ലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. നിഫ്റ്റിയിൽ ഇന്ന് അതിശക്തമായൊരു ഉയർത്തെഴുന്നേൽപ്പാണ് നടത്തിയത് നിഫ്റ്റി. മാർക്കറ്റ് രാവിലെ ഓപ്പൺ ചെയ്തു, നെഗറ്റീവ് സെന്റിമെന്റ്സ് നിലനിന്നു, ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്തു, -120 വരെ പോയി. അതിനുശേഷം നിഫ്റ്റി ഒരു ശക്തമായ ഒരു റിക്കവറിയാണ് നടത്തിയത്. റിലയൻസ് ഇൻഡസ്ട്രീസ്, SBIN, HDFC ബാങ്ക്, ഈ 3 ഇൻഡെക്സ് ഹെവി വെയിറ്റ് കമ്പനികളുടെ ശക്തമായൊരു പിന്തുണ കാരണം നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തിട്ടുള്ളത് +100-ലാണ്. വിശദമായിട്ട് നമുക്ക് ഓരോരോ പോയിന്റുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ ഒരു ശനി ഞായർ ദിവസങ്ങളിൽ കാലിക്കട്ടിലും കൊച്ചിയിലും നമ്മുടെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെ ഓഫ്ലൈൻ ക്ലാസ് നടക്കുന്നുണ്ട്. ക്ലാസ് റൂമിൽ ഇരുന്ന് ഏറ്റവും കുറഞ്ഞ ഫീസിൽ. അപ്പോൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാൻ നിങ്ങളുടെ സീറ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. നിഫ്റ്റിയിലെ ചാർട്ടിലേക്ക് വരുമ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രൈസ് ആക്ഷൻ ഉണ്ട്. വ്യക്തമായിട്ട് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. 21,586 നമ്മളുടെ ഓൾ ടൈം ഹൈ. അതിൽ നിന്ന് ഇന്നലെ ഒരു 500 പോയിന്റിന്റെ ഒരു ഫോൾ ഉണ്ടാക്കി. യെസ്റ്റർഡേ ക്ലോസ് കാണാം, ക്ലോസ് കാണാം, യെസ്റ്റർഡേ ക്ലോസ്. അതിനുശേഷം മാർക്കറ്റ് ഇന്ന് ഓപ്പണിംഗ് റേഞ്ചിൽ നിന്ന് 108 പോയിന്റിന്റെ ഒരു ഫോൾ ഉണ്ടാക്കി. പിന്നീട് അവിടെ നിന്ന് ഒരു ശക്തമായ ഒരു കയറ്റം, 300 പോയിന്റിന്റെ റാലി, 1.5% ഇൻട്രാഡേ ലോയിൽ നിന്ന് ഇന്നലത്തെ ക്ലോസിൽ നിന്ന് 104 പോയിന്റ്, സെൻസെക്സ് 358 പോയിന്റ്, ബാങ്ക് നിഫ്റ്റി 394 പോയിന്റ്, NSEയിൽ 1681 കമ്പനീസ് കഴിഞ്ഞ ദിവസത്തെ ക്ലോസിങ്ങിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. 459 കമ്പനീസിൽ മാത്രം പ്രോഫിറ്റ് ബുക്കിംഗ്. നിഫ്റ്റിയിൽ ഇന്ന് നിഫ്റ്റി 50-യിൽ മുൻപന്തിയിൽ നിന്നിട്ടുള്ള കമ്പനീസ് BPCL, പവർ ഗ്രിഡ്, ബ്രിട്ടാനിയ, HDFC ബാങ്ക്, ഹിൻഡൽകോ തുടങ്ങിയ കമ്പനീസ്. പ്രോഫിറ്റ് ബുക്കിംഗ് ആയിട്ടുള്ളത് ബജാജ് ഓട്ടോ, ബജാജ് ഫിനാൻസ്, ആക്സിസ് ബാങ്ക്, HCL ടെക്, സിപ്ല തുടങ്ങിയ കമ്പനീസ്. ഇന്ന് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഡയഗ്നോസ്റ്റിക് രംഗത്തുള്ള കമ്പനീസ് ഇന്ന് റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മെട്രോപോളിസ് ഇന്ന് 6% റാലി രേഖപ്പെടുത്തി. കൂടാതെ തന്നെ ഇന്ന് ഡോക്ടർ ലൽപത് ലാബ് റാലി രേഖപ്പെടുത്തി. അപ്പോൾ ഈ ഒരു കോവിഡ് സമയത്ത് ആളുകൾ ടെസ്റ്റ് ചെയ്യുന്ന ടെസ്റ്റിംഗ് സെൻറ്റേഴ്സ് അവർ ഓപ്പറേറ്റ് ചെയ്യുന്ന 2 കമ്പനികളാണ് ഈ ഒരു ഡോക്ടർ ലൽപത് ലാബും മെട്രോപോളിസും. ഇന്ന് 5-7% റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ തന്നെ ഈ കോപ്പറിൻ്റെ വില കൂടുമെന്നുള്ള കാരണം കൊണ്ട് ഹിൻഡ് കോപ്പറും ഇന്ന് 11% റാലി ഇന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് പരിശോധിക്കാം. കൂടാതെ തന്നെ ഗ്ലോബൽ മാർക്കറ്റ് പരിശോധിക്കാം. ആദ്യം ഓപ്പൺ ഇൻട്രസ്റ്റ്. ഇത് നിഫ്റ്റിയുടെ വീക്കിലി, ഇന്നിപ്പോൾ നിഫ്റ്റിയുടെ എക്സ്പയറി ആയിരുന്നു. ഇനി മന്ത്ലി കോൺട്രാക്റ്റിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത്. അതായത് നിഫ്റ്റി ഓൾമോസ്റ്റ് എല്ലാ ഇൻഡെക്സും ഇനി ഒരു എക്സ്പയറി മാത്രമാണ് ഉള്ളൂ. ബാങ്ക് എക്സിൻ്റെ എക്സ്പയറി നാളെ. തിങ്കളാഴ്ച മാർക്കറ്റ് അവധിയാണെന്ന് മറക്കണ്ട. അപ്പോൾ തിങ്കളാഴ്ച മാർക്കറ്റ് അവധി ആയതുകൊണ്ട് തിങ്കളാഴ്ച എക്സ്പയറി ഉള്ള മിഡ് ക്യാപ്പിൻ്റെ എക്സ്പയറിയും തിങ്കളാഴ്ച എക്സ്പയറി ഉള്ള ബാങ്ക് എക്സിൻ്റെ എക്സ്പയറിയും നാളെയാണ് ഉള്ളത്. 14 വിക്സ്, അതുകൊണ്ട് തന്നെ അത്യാവശ്യം പ്രീമിയം ഉണ്ട്. എനിവേ, നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് നമുക്ക് പരിശോധിക്കാം. അതായത് നിഫ്റ്റിയുടെ അടുത്ത വ്യാഴാഴ്ച എക്സ്പയറി ആവുന്ന നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ് ഇത് കാണുന്നത്. ഡോട്ടഡ് ലൈൻ കാണാം, അത് അടുത്ത മണിയാണ്. PCR 1 ആണുള്ളത്. 21,500 കോൾ സൈഡിൽ ഹയർ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ 20,100 എന്ന് പറയുന്നത് പുട്ട് സൈഡിലും ഹയർ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ട്. സ്വാഭാവികമായിട്ട് പുട്ട് സൈഡിൽ കൂടുതൽ പുട്ട് റൈറ്റിംഗ് കൂടുതൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഏറ്റവും താഴെ നോക്കാം, ഡോ ഫ്യൂച്ചർ ഇന്ന് 154 പോയിന്റിൻ്റെ ഒരു പോസിറ്റീവായ സെൻറ്റിമെൻറ്റ്സോട് കൂടിയിട്ട് ട്രേഡിംഗ് തുടരുന്നുണ്ട്. ഇന്ത്യ വിക്സ് ഇന്ന് 5% ഒരു ഫോൾ ഉണ്ടാക്കി, 13.75. ബിറ്റ് കോയിൻ 959 പോയിന്റിൻ്റെ ഡോളറിൻ്റെ റാലി ഉണ്ടാക്കി, 43,800. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന റഷ്യൻ മാർക്കറ്റ് ഗ്രീനാണ്. യൂറോപ്യൻ മാർക്കറ്റ് എല്ലാം തന്നെ നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ്. ഏഷ്യൻ മാർക്കറ്റ് എല്ലാം തന്നെ, ചൈന ഒഴികെ എല്ലാ ഏഷ്യൻ മാർക്കറ്റും റെഡിലടച്ചു. നിക്കി ജപ്പാൻ മാർക്കറ്റ് 1.5% ഒരു ഫോൾ ഉണ്ടാക്കി. ഓസ്ട്രേലിയ 0.5% ഫോൾ ഉണ്ടാക്കി. ബ്രന്റ് ഓയിൽ 79.77. ഇന്ത്യൻ റുപ്പീസ് ഡോളറിനെതിരെ 83 രൂപ 21 പൈസ. ഏറ്റവും ടോപ്പിൽ കാണാം ഗോൾഡ് $2,033 പെർ ഔൺസ് എന്ന നിലയിലാണ് ഇപ്പോൾ ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത്. ഇനി ഗ്ലോബൽ ഈവൻറ്റുകൾ നോക്കുകയാണെങ്കിൽ ഇന്ന് പ്രധാനമായിട്ടും US നിന്ന് GDP ഡേറ്റയും ഫിലാഡൽഫിയയുടെ ഫെഡ് മാനുഫാക്ചറിംഗ് ഇൻഡെക്സും ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഡേറ്റയും US നിന്ന് വരുന്നുണ്ട്. തേഴ്സ്ഡേ ആ ദിവസം മാത്രം നോക്കുക. US നിന്ന് മാത്രമാണ് ഇവൻ്റ് ഉള്ളൂ. ഇനി നാളെ UK GDP വരുന്നുണ്ട്. ഇന്ത്യയുടെ RBI MPC മിനിറ്റ്സ് ഓഫ് മീറ്റിംഗ് വരുന്നുണ്ട്. ഇതാണ് ഗ്ലോബൽ മാർക്കറ്റ് അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്. 2 കാര്യം പ്രധാനമായിട്ടും പറയാനുള്ളത്. ഒന്ന്,
മാർക്കറ്റിൻ്റെ സുമഗ്രമായിട്ടുള്ള, അതായത് ഇൻഡെപ്തായിട്ടുള്ള ന്യൂസുകൾ എല്ലാം തന്നെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ അത് അന്വേഷിക്കുന്നത്, അതിൻ്റെ പിറകിലുള്ള കാരണങ്ങളും കാര്യങ്ങളെല്ലാം തന്നെ കണ്ടെത്തുന്നത്. അതായത് മാർക്കറ്റ് റാലി ചെയ്യപ്പെടുമ്പോഴോ അല്ലെങ്കിൽ മാർക്കറ്റ് ഇടിയുമ്പോഴോ അതിൻ്റെ കാരണത്തിൻ്റെ ഉറവിടം കൊടുക്കാനായിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിനോ നമ്മുടെ വെബ്സൈറ്റിനോ കൊടുക്കാൻ സാധിക്കില്ല. കാരണം ഇതൊന്നും പെയ്ഡ് സർവീസ് അല്ല, അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. അതിൻ്റെ പുറകിൽ ഒരാൾ ഇരുന്ന് വർക്ക് ചെയ്യാനൊന്നും പറ്റില്ല. പരമാവധി ന്യൂസുകൾ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ടെലഗ്രാം ചാനലിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഉണ്ട്, ആരും സെർച്ച് ചെയ്യേണ്ട. സ്പാം ഗ്രൂപ്പുകൾ ഉണ്ടാവാം, അപ്പോൾ ജോയിൻ ചെയ്യുക. വീണ്ടും റിപ്പീറ്റ് ചെയ്യാം, എല്ലാ മാർക്കറ്റിലെ സ്പന്ദനങ്ങൾ അതേപടി അതേ സമയത്ത് അല്ലെങ്കിൽ 1 hour ഈവൻ ലേറ്റായിട്ടോ അതിൽ കൊടുക്കാനായിട്ട് മേ ബി പറ്റുമെന്ന് യാതൊരു ഗ്യാരണ്ടി ഇല്ല, ഉറപ്പില്ല. കാരണം മാർക്കറ്റിൽ ഫുൾ ടൈം ട്രേഡ് ചെയ്യുന്ന ഒരു ജോലിയിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് ക്രാഷ് ആകുമ്പോൾ പാനിക്കാവും, സ്വാഭാവികമായിട്ട് പൊസിഷൻസ് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തേണ്ടതായിട്ടുണ്ട്, ഒരുപാട് കോളുകൾ വരും. അപ്പോൾ ഇന്നലെ ആ ഒരു ഫോളിൻ്റെ കൃത്യമായ കാരണം അറ്റ്ലീസ്റ്റ് നമുക്ക് 3:30 ശേഷം മാത്രമാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അതും കോവിഡ് ആണ്, അല്ലെങ്കിൽ കോവിഡ് ആ ഒരു സമയത്ത് ഏകദേശം ഒരു 1 o'clock ഹെൽത്ത് മിനിസ്ട്രിയുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു എന്ന് കരുതി കോവിഡ് ആണ് അതിൻ്റെ ഒരു മൂല കാരണമെന്ന് നമുക്കറിയില്ല. കാരണം മേ ബി ഈ നമ്മൾ റീറ്റെയിലേഴ്സിൻ്റെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആവാം. ഇന്നലെ FIs സെല്ല് നടത്തിയിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ ഏകദേശം 3 മടങ്ങ് DIs ബൈ നടത്തിയിട്ടുണ്ട്. റീറ്റെയിലേഴ്സിൻ്റെ ഭാഗത്തുനിന്നുള്ള പാനിക് സെല്ലിംഗ് ആവാം, പക്ഷേ സെയിം ടൈംസ് കോവിഡ് സമാനമായിട്ടുള്ള ന്യൂസുകൾ നിലനിൽക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ കണ്ടതുപോലെ തന്നെ ഈ ഒരു ഡയഗ്നോസ്റ്റിക് രംഗത്തുള്ള കമ്പനീസ് റാലി രേഖപ്പെടുത്തി. അതുപോലെ തന്നെ കർണാടക 60 വയസ്സ് മുകളിലുള്ള ആളുകൾക്ക് മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട് എന്ന് കരുതി വേറെ റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളൊന്നും തന്നെ ഇതുവരെ ഏർപ്പെടുത്തിയിട്ടില്ല. ഇനി നമുക്ക് നമ്മളുടെ മാർക്കറ്റിലുള്ള ന്യൂസുകളിലേക്ക് കിടക്കാം, സ്റ്റോക്കിംഗ് ന്യൂസുകളിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് ടാറ്റ മോട്ടോഴ്സായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഭാരത് NCAP അവാർഡ്, അതായത് സേഫ്റ്റി അവാർഡ് ടാറ്റ മോട്ടോഴ്സിൻ്റെ സഫാരി മാത്രമല്ല ഹാരിയർ ഫേസ് ലിഫ്റ്റ് ചെയ്ത ഈ 2 വാഹനങ്ങൾക്ക് ലഭിച്ചു. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ ഒരു അവാർഡ് ലഭിക്കുന്ന വാഹന മേഖലയിലുള്ള കമ്പനിയാണ് ടാറ്റ മോട്ടോഴ്സിൻ്റെ ഈ 2 വേരിയൻ്റ് എന്നുള്ളൊരു ന്യൂസ്. US GDP ഡേറ്റ ഇന്ന് 7 മണിക്ക് വരും, 7 PM US സമയം 7 PM വരും. ഇനി US GDP ഡേറ്റ ഇന്ന് വരും. നേരത്തെ ഓൾറെഡി നമ്മൾ ഗ്ലോബൽ ഇവൻറ്റിൽ കണ്ടു. അശോക് ലെയ്ലാൻഡ് തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്ന് 500 കോടി രൂപയുടെ ഓർഡർ കിട്ടി. ഒല ഇലക്ട്രിക്കൽ മേഖലയിലുള്ള ഈ സ്കൂട്ടർ നിർമ്മിക്കുന്ന കമ്പനി, ഇവരുടെ IPO സംബന്ധിച്ച് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഫയൽസ് എല്ലാം തന്നെ സബ്മിറ്റ് ചെയ്തെന്നുള്ള ന്യൂസ്. അദാനി ഗ്രീൻ എനർജി 3% റാലി രേഖപ്പെടുത്തി. ഡിസംബർ 26 കമ്പനിയുടെ ബോർഡ് മീറ്റിംഗ് ഉണ്ട്. അന്ന ദിവസം ഫണ്ട് റൈസിങ് കമ്പനി സംബന്ധിച്ച് തീരുമാനമെടുക്കും. വീനസ് റെമഡീസ് ഇന്ന് റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കമ്പനിയുടെ പുതിയ ഒരു മെഡിസിന് ഇസ്രായേൽ, കൊളംബിയ തുടങ്ങിയ രാജ്യങ്ങളിൽ അപ്രൂവൽ ലഭിച്ചു. നമ്മൾ രാവിലെ പ്രീ മാർക്കറ്റിൽ ഡിസ്കസ് ചെയ്തിരുന്നു. സിസിലോൺ 193 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള പുതിയ ഒരു ഓർഡർ KP ഗ്രൂപ്പ് ഗുജറാത്തിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടി. PVR ഇനോക്സ് അവരുടെ 14ാമത്തെ മൾട്ടിപ്ലക്സ് ഗുജറാത്തിൽ ഗുരുഗ്രാം, ഹരിയാനയിലെ ഗുരുഗ്രാമിൽ ഇവർ ഓപ്പൺ ചെയ്തു. ആമി ഓർഗാനിക് കമ്പനി ഗുജറാത്തിൽ ഒരു 300 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് തീരുമാനിച്ചു. ഗുജറാത്ത് സ്റ്റേറ്റ് ഗവൺമെൻറ്റായിട്ട് ഇത് ധാരണയായിട്ടുണ്ട്. പവർ ഗ്രിഡ് 8 ജിഗാവാട്ട് കപ്പാസിറ്റിയുള്ള പുതിയ പ്രൊജക്റ്റ് രാജസ്ഥാനിൽ അവർ ഇനാഗ്രേറ്റ് ചെയ്തു. എയർടെൽ സ്മാർട്ട് മീറ്റർ കമ്പനിയായിട്ടുള്ള ഇൻഡൽ സ്മാർട്ടായിട്ട് 20 സ്മാർട്ട് മീറ്റേഴ്സ് ഇൻസ്റ്റാളേഷൻ സംബന്ധിച്ച പുതിയൊരു കരാറിൽ ഏർപ്പെട്ടു. കോർഫോർജ് മൈക്രോസോഫ്റ്റായിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് ഏർപ്പെട്ടു. മറൈൻ ഇലക്ട്രിക് കമ്പനിക്ക് 28 കോടി രൂപയുടെ ഓർഡർ കിട്ടിയതായിട്ടാണ് ഇപ്പോഴുള്ള സ്റ്റോക്ക് ന്യൂസുകൾ. പരമാവധി സ്റ്റോക്ക് ന്യൂസുകൾ നാളെ രാവിലെ 7:00 നമ്മൾ കൊടുക്കാൻ ശ്രമിക്കാം. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു. ബൈ ഓൾ.